ഒന്നും കൂടി കെട്ടിയെടുക്കണ്ട. ഒരെണ്ണം കൂടി വിരിച്ചാ കഴിഞ്ഞു. ഓ, ഇങ്ങനെ ഒരു മരമണ്ട മനുഷ്യൻ. ഒരു മണിക്കൂറായി 2 കഷ്ണം തുണി കൊണ്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. കുമാരേട്ടോ, ഓ ക്ലൗൺ കുമാരേട്ടെന്ന് പറഞ്ഞ ഒരു കാലത്ത് റോയൽ സർക്കസിന്റെ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നല്ലടി. ആ, പക്ഷെങ്കി ഇപ്പൊ പെണ്ണുപിള്ളയുടെ അടിപ്പാവട തിരുമല പണി. അതിന് ഞാൻ എന്താ പേടിക്കണോ? ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ജമീല പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പാവം കിടക്കുക. ആ, കിടക്കട്ടെ കിടക്കട്ടെ, നല്ലോണം മലന്ന് കിടക്കട്ടെ. ഒരു വിശ്രം എടുത്ത് വീശിക്കൊട്. ഇങ്ങനെ ഒരു മനുഷ്യൻ. ആർക്കാടെ ഇതിലെത്ര ദണ്ണം? ഇവിടെ ഇവിടുത്തെ പോലീസും ആ എണ്ണം കെട്ടോളൂ. എന്നാ പറഞ്ഞേ? എന്റെ പൊന്നു ജമീലെ, അവളുടെ നാക്കിനില്ല. അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ? എന്നോട് പോരിന് വന്നാലേ ഞാൻ വിടില്ല. നീ ഒന്ന് അടങ്ങ് ജമീലെ. എനിക്കാരും പേടിയില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? അമ്പടി എടി 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 താഴെ ശീമപ്പോർക്കെ. നിനക്ക് എന്തിന്റെ എടടി? നീ എന്താ പറഞ്ഞേ? ആ, ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നിന്റെ വാപ്പയുടെ പ്രായമില്ലടി ആ മനുഷ്യന്. ആ മനുഷ്യനെ കൊണ്ട് നിന്റെ തുണി തിരിപ്പിക്കണോ? അത് ചോദിക്കാൻ നീ ആരടി? എന്റെ പുന്നാരല്ലേ. എന്നെ വിട് മനുഷ്യ. എന്റെ ഭർത്താവിനെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യിക്കും. അതിന് നിനക്ക് സങ്കടം ഉണ്ടടി. ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഒരു കുടുംബം പോലെയടി. നീ ഇപ്പൊ വേലക്കാരനാക്കണ ആ മനുഷ്യനുണ്ടല്ലോ, എനിക്ക് അക്ഷരം പോലെയാ. അതറിയോ നിനക്ക്? സുശീലടത്തെ പോട്ടെ, നിന്നോട് വായിട്ട് അലക്കാൻ എനിക്കിപ്പോ നേരെ. ആ, നീ പോകും. നല്ല നല്ല ചെക്കന്മാര് കൈ കയറി പിടിച്ചാലേ നീ പോകും. നീ ഇതൊന്ന് പിടിച്ചേ. സുശീലടത്തെ ഇവളോട് 4 പറഞ്ഞിട്ട് എന്നെ കാര്യം. എടി എടി മേനോക്കി, എടി സൂർപ്പണകെ, നാട്ടിൽ നടന്നു പോയി കെട്ടിയൊക്കെ മുതിർന്ന ഒരു പെൺകുട്ടിക്ക് സഹായത്തിനാ നിന്നിങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചോടുന്ന്. ഇവക്ക് മണിയറ ഒരുക്കാൻ ആ ശാന്തമെടുത്ത് എന്റെ റൗട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ. ഇപ്പൊ കൊല്ലം 3 ഒന്ന് വന്ന് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇവള്? എന്നിട്ട് അവളുടെ ഒരു കുടുംബം. ഞാൻ കിട്ടിയത് പ്രാരാബ്ദം ചുമക്കാനല്ലേ, ഒരാണിന്റെ കൂടെ ജീവിക്കാനാ. നിന്റെ ഒരു ജീവിതം. നീ ആരാ? സത്യമാണ് സാവിത്രിയോ? നിന്റെ ചരിത്രനെ കൊണ്ട് വിളമ്പിക്കണ്ട വെറുതെ നാറുവിടന്നെ. ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ നിന്റെ കെട്ട ട്രപ്പീസിൽ നിന്ന് ചാത്ത ശാമ്പോയെ കിടക്കണേ. എന്താടി നാക്കിറങ്ങിപ്പോയോ? 1 മാസം തികച്ച ഒരാണിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയോടി നിനക്ക്? നിനക്ക് കിട്ടിയ ശാപാടി ഇത്, ശാപം. ബാക്കിയുള്ള കാണുന്നതെല്ലാം സഹിക്കുമല്ലെങ്കിലേ വല്ല മുരിക്കിന്റെ. ഒന്ന് പോടാ അവിടുന്ന്. കഷ്ടം. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താടി ജമീലോട് തോറ്റുപോയോ നീ? പോയി അവളോട് മറുപടി പറഞ്ഞിട്ട് വാടി. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യാണെന്ന്. സുശീലേ മോളെ, ഇവൾ ഇത്ര പാവമായി പോയല്ലോ എന്റെ ശാന്തടി. എന്താ ഇത്? ഇവക്കൊരു ധൈര്യമൊന്നും ഇല്ലടാ. ശാന്തടുത്ത് എന്തിനാ വിഷമിക്കണേ? ഞങ്ങൾക്കില്ലേ വയസ്സാം കാലത്ത് കുമാരേട്ടന് ഒരു അബദ്ധം പറ്റി. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കും. അബദ്ധം. അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടെ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലം? എത്ര തിന്നാലും മതി വരാത്ത പെരുമായാലും ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയാ?